Hi all, welcome to Study Win PSC. 10th പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ, ഒന്ന് മാത്രമാണ് ബന്ധമില്ലാത്തത്, സ്വച്ഛ് ഭാരത് അഭിയാൻ. നമുക്ക് സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമുള്ളവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആസാദി കാ അമൃത് മഹോത്സവ്, എല്ലാ മത്സ്യത്തൊഴിലാളികളോടും ഐക്യം, സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കേരള സായാഹ്നഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, 1ഉം 3ഉം മാത്രം. ഏതൊക്കെയാണെന്ന് നോക്കാം. 1, സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുക. 3, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി ധനസഹായം. ഈ 2 പ്രസ്താവനകളാണ് കേരള സഹായഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2021 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോര പുരസ്കാരം നേടിയ ചിത്രമേത്? ഉത്തരം ദിസ് ഈസ് നോട്ട് എ ബറിയൽ, ഇറ്റ്സ് എ റീസറക്ഷൻ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഡിലീറ്റ് ക്വസ്റ്റൻ ആണ്. ഫൈനൽ ആൻസർ കീഴിൽ ഡിലീറ്റ് ക്വസ്റ്റൻ ആയിരുന്നു. നമുക്ക് അതിന് അടുത്ത ചോദ്യം നോക്കാം. അതും ഡിലീറ്റഡ് ക്വസ്റ്റൻ ആണ്. ഫൈനൽ ആൻസർ കീഴിൽ ഈ 2 ക്വസ്റ്റ്യൻസും ഡിലീറ്റഡ് ആയിരുന്നു. 6ാമത്തെ ചോദ്യം, ബുക്കർ പ്രൈസിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ, 4 മാത്രം. 2020 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ദി ഡിസ്കംഫോർട്ട് ഓഫ് ഈവനിങ്. ഇതാണ് ബുക്കർ പ്രൈസുമായി തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത്. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകളെന്ന് നോക്കാം. 2021 ബുക്കർ പ്രൈസ് ജേതാവ് ഡാമൻ ഗാൽഗട്ട് ആണ്. 2020 ബുക്കർ പ്രൈസ് ജേതാവ് ഡഗ്ലസ് സ്റ്റുവർട്ട് ആണ്. 2021 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ദി പ്രോമിസ്. അടുത്ത ചോദ്യം നോക്കാം. ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? ഉത്തരം വിജയരാജ സിന്ധ്യ. അടുത്ത ചോദ്യം, 2023 ഏത് അന്താരാഷ്ട്ര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? ഉത്തരം അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? ഉത്തരം PJ ജോസഫ്. കേരളത്തിൽ ആദ്യമായി കൊറോണ സാർസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏത്? ഉത്തരം തൃശൂർ. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു? ഉത്തരം ഉഷ്ണകാലം. ദേശീയ ജലപാത 1 ഏതൊക്കെ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഉത്തരം ഹാൽഡിയ, അലഹബാദ്. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലമേത്? ഉത്തരം ഇലപൊഴിയും കാടുകൾ. അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏത്? ഉത്തരം പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ്. അതാണ് തെറ്റായ പ്രസ്താവന. നമുക്ക് ശരിയായവ ഏതൊക്കെയാണെന്ന് നോക്കാം. തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ് ഹിമാലയം. കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏത്? ഉത്തരം ഡെക്കാൻ പീഠഭൂമി. താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതാണെന്ന് കണ്ടെത്തുക. 1, ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള റാബി വിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഉത്തരം ഗോതമ്പ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം? ഉത്തരം കിഴക്കൻ തീരസമതലം. തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം കാവേരി. ലിബുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ഉത്തരം ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ ബി 1, 3, 4 എന്നിവ. ഏതൊക്കെയാണെന്ന് നോക്കാം. 1 സിന്ധു, 3 നർമ്മദ, 4 പെരിയാർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം അനുച്ഛേദം 21A. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? ഉത്തരം വി രാമസുബ്രഹ്മണ്യം. ശ്രദ്ധിക്കുക, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ വി രാമസുബ്രഹ്മണ്യനാണ്.
താഴെ പറയുന്നതിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ഉത്തരം സോഷ്യലിസം. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും? ഉത്തരം 10. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം കൈലാസ് സത്യാർത്ഥി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ഉത്തരം ബംഗാളി. ഇന്ത്യ ഗവൺമെന്റ് റുപ്പീസ് എന്ന ചിഹ്നം രൂപയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത് എന്ന്? ഉത്തരം 2010 ജൂലൈ 15. മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? ഉത്തരം സോവിയറ്റ് യൂണിയൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. നമുക്ക് ശരിയായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ സംവിധാനം നിലനിൽക്കുന്നത്? ഉത്തരം മഹാരാഷ്ട്ര. മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉം. ഏതൊക്കെയാണെന്ന് നോക്കാം. 1. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. 2. 1919 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. 33ാമത്തെ ചോദ്യം നോക്കാം. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 3ഉമാണ് ശരിയായ ജോഡികൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടതാണിത്. 3. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചു. അടുത്ത ചോദ്യം നോക്കാം. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ എ 2ഉം 3ഉമാണ് ശരിയായവ. ഏതൊക്കെയാണെന്ന് നോക്കാം. 1956 നവംബർ 1-ാം തീയതി ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. 3. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. അടുത്ത ചോദ്യം നോക്കാം. 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് ശരിയായവ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഝാൻസി, റാണി ലക്ഷ്മിബായി, കാൺപൂർ, നാനാ സാഹിബ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന സാമൂഹ്യ മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് ശരിയായ ജോഡി. ഏതൊക്കെയാണെന്ന് നോക്കാം. 2. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ഗോപാലകൃഷ്ണ ഗോഖലെ, ആര്യ സമാജം, സ്വാമി ദയാനന്ദ സരസ്വതി. ശ്രദ്ധിക്കുക. സേവാസമിതി. ശരിയായ ഉത്തരം ഹൃദ്യാനാഥ് കുൻസ്രു ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉമാണ് ശരിയായ ഉത്തരം. ഏതൊക്കെയാണെന്ന് നോക്കാം. മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. 2. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. അടുത്ത ചോദ്യം നോക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 3ഉമാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1. വി പി മേനോൻ, 3. സർദാർ വല്ലഭായ് പട്ടേൽ. രവീന്ദ്രനാഥ ടാഗോറും ദേശീയഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏത്? ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം. ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. 2. ബംഗ്ലാദേശിന്റെ ദേശീയഗാനമായ അമർ സോനാർ ബംഗ്ലയും ടാഗോർ ആണ് രചിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 2ഉമാണ് ശരിയായവ. 1. ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം. 2. മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 2ഉമാണ് ശരിയായ ജോഡി. നോക്കാം. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ്, കോട്ടയം.
HMT ലിമിറ്റഡ് എറണാകുളം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ എ 2, 3 ആണ് ശരിയായവ. ഏതൊക്കെയാണെന്ന് നോക്കാം. 2 കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി, കുറ്റ്യാടി നദി. 3 ശബരിഗിരി ജലവൈദ്യുത പദ്ധതി, പമ്പ നദി. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതിയാണ് തന്നിരിക്കുന്നത്, അത് പെരിയാർ നദിയിലാണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി 1, 2. 1 തുഞ്ചൻ സ്മാരകം തിരൂര്, 2 കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശിമംഗലം. ശ്രദ്ധിക്കുക, മൂന്നാമത്തെ ഓപ്ഷൻ വള്ളത്തോൾ മ്യൂസിയം ആണ്, അത് സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തി, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി 1, 3. 1 വിശ്വദർശനം ജി ശങ്കരക്കുറുപ്പ്, 3 മുത്തശ്ശി എൻ ബാലാമണിയമ്മ. ശ്രദ്ധിക്കുക, അവിൽപ്പൊതി എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അതിൻ്റെ ശരിയായ ഉത്തരം വി കെ ഗോവിന്ദൻ നായരാണ്. അവിൽപ്പൊതി രചിച്ചത് വി കെ ഗോവിന്ദൻ നായരാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 1, 2 ശരിയായവ. ഏതൊക്കെയാണെന്ന് നോക്കാം. 1 പമ്പ, പുളിച്ചിമല, 2 ചാലക്കുടി പുഴ, ആനമല. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി 2, 3. ഏതൊക്കെയാണെന്ന് നോക്കാം. 2 ഗോവ, 3 കർണാടകം. അടുത്ത ചോദ്യം, കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി 1, 2. ഏതൊക്കെയാണെന്ന് നോക്കാം. 1 സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപം നൽകിയ സാമൂഹ്യ സന്നദ്ധ സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ. 2 ഈ സാമൂഹ്യ സംഘടനാ സംവിധാനത്തിൻ്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പ് 3 വർഷത്തിലൊരിക്കൽ നടത്തേണ്ടതാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി 2, 3 ശരിയായ ജോഡി. ഏതൊക്കെയാണെന്ന് നോക്കാം. 2 പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ, 3 നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ഓപ്ഷൻ പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. അതിൻ്റെ ശരിയായ ഉത്തരം പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. 1ാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ 1, 3 ശരിയായ ജോഡി. ഏതൊക്കെയാണെന്ന് നോക്കാം. 1 PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, 3 ഡോക്ടർ AR മേനോൻ ആരോഗ്യം. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 1, 3 ശരിയായവ. ഏതൊക്കെയാണെന്ന് നോക്കാം. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി, 3 ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ഓപ്ഷൻ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയമാണ്, അത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. നവോത്ഥാന നായകന്മാരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ 1, 3 ശരിയായ ഉത്തരം. ഏതൊക്കെയാണെന്ന് നോക്കാം. 1 വൈകുണ്ഠസ്വാമികൾ അഖില തിരുട്ട്, 3 ചാവറ കുര്യാക്കോസ് എലിയാസ് ആത്മാനുതാപം. അടുത്ത ചോദ്യം ഡിലീറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈനൽ ആൻസർ കീഴിൽ. നമുക്ക് 53ാമത്തെ ചോദ്യം നോക്കാം. നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 1, 2 ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ഋതുമതി പ്രേംജി, 2 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്. ശ്രദ്ധിക്കുക, മൂന്നാമത്തെ ഓപ്ഷൻ പാട്ടബാക്കി എന്നുള്ള നാടകമാണ്. അതിൻ്റെ രചയിതാവ് K ദാമോദരനാണ്, K ദാമോദരൻ. അടുത്ത ചോദ്യം നോക്കാം. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 2, 3 ഏതൊക്കെയാണെന്ന് നോക്കാം. 2 തൈക്കാടയ്യ സുബ്ബരായർ, 3 ചിന്മയാനന്ദ സ്വാമികൾ ബാലകൃഷ്ണ മേനോൻ. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ഓപ്ഷൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് തന്നിരുന്നത്. അതിൻ്റെ ശരിയായ ഉത്തരം കാരാട്ട് ഗോവിന്ദ മേനോൻ. അടുത്ത ചോദ്യം നോക്കാം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ സി 2, 3 ആരൊക്കെയാണെന്ന് നോക്കാം. TK മാധവൻ, KP കേശവ മേനോൻ.
സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 3ഉം ആണ് ശരിയായ പ്രസ്താവനകൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. 1. 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. 3. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു എന്നാണ് ഓപ്ഷനിൽ തന്നിരുന്നത്. അതിൻ്റെ ശരിയായ ഉത്തരം ഇങ്ങനെയാണ്. പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആണ്. ഗാന്ധിജിയാണ് അയ്യങ്കാളിയെ പുലയരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. മന്നത്തു പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉം ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യജന സംഘം രൂപവൽക്കരിച്ചു. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിൻ്റെ അടുത്ത ചോദ്യം നോക്കാം. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 3ഉം ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. 3. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. അടുത്ത ചോദ്യം. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉം ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ. അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം. ഉത്തരം ഇനാമൽ. അടുത്തത് ഫൈനൽ ആൻസറിൽ ഡിലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിൻ്റെ അടുത്ത ചോദ്യം നോക്കാം. രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉത്തരം ഹീമോഫീലിയ. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത്? ഉത്തരം ആർദ്രം. കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം എ. അടുത്ത ചോദ്യം. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവും ആണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി 2ഉം 4ഉം ആണ് ശരിയായവ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. 4. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശൂർ. താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 4ഉം ആണ്. 1 പവിത്ര, 4 അന്നപൂർണ. അടുത്ത ചോദ്യം നോക്കാം. മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 4 എന്നിവയാണ്. 1 ഡയേറിയ, 2 ടൈഫോയിഡ്, 4 കോളറ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ 1ഉം 3ഉം ആണ് ശരിയായ പ്രസ്താവന. ഏതൊക്കെയാണെന്ന് നോക്കാം. കാർബൺ ഡയോക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നു. 3. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി 3ഉം 4ഉം ആണ് തെറ്റായ ജോഡി. നമുക്ക് ശരിയായ ജോഡി ഏതാണെന്ന് നോക്കാം. സൈലന്റ് വാലി ദേശീയോദ്യാനം, ചെന്തുരുണി വന്യജീവി സംഘം. അടുത്ത ചോദ്യം നോക്കാം. തെറ്റായ ജോഡി ഏത്? സംയുക്തവും സംയുക്തത്തിലെ ആറ്റങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റായ ജോഡി ഓപ്ഷൻ ബി ആണ്. നമുക്ക് ശരിയായ ജോഡി ഏതാണെന്ന് നോക്കാം. 1 അലക്കുകാരം, സോഡിയം കാർബൺ ഓക്സിജൻ, പഞ്ചസാര കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് കാർബൺ ഓക്സിജൻ. അടുത്ത ചോദ്യം. അൽ നിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏത്? ഉത്തരം മഗ്നീഷ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നവ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ജെർമേനിയം, സിലിക്കൺ, ആർസനിക്. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ഉത്തരം ഹൈഡ്രജൻ. രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി 1ഉം 3ഉം. 1 രാസവളങ്ങളുടെ നിർമ്മാണം, 3 പാഴ്ജല ശുദ്ധീകരണം. അടുത്ത ചോദ്യം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 30 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? ഉത്തരം ഓപ്ഷൻ സി 15 സെന്റിമീറ്റർ. എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം? ഉത്തരം ഓപ്ഷൻ എ ദൂരം.
അടുത്ത ചോദ്യം നോക്കാം. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉം ആണ് ശരിയായവ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. 2. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. അടുത്ത ചോദ്യം നോക്കാം. നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി 2ഉം 3ഉം ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. 2. ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. 3. ഒരു വസ്തു ചെരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. അടുത്തത് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പറും ശരിയായ ഉത്തരത്തിന്റെ ഓപ്ഷനും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. എക്സ്പ്ലനേഷൻ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 80ാമത്തെ ചോദ്യം നോക്കാം. 80 ഓപ്ഷൻ ഡി, 81 ഓപ്ഷൻ സി, 82 ഓപ്ഷൻ ഡി, 83 ഓപ്ഷൻ എ, 84 ഓപ്ഷൻ ബി, 85 ഓപ്ഷൻ സി, 86 ഓപ്ഷൻ സി, 87 ഓപ്ഷൻ ബി, 88 ഓപ്ഷൻ ബി, 89 ഓപ്ഷൻ ഡി, 90 ഓപ്ഷൻ എ, 91 ഓപ്ഷൻ ബി, 92 ഓപ്ഷൻ സി, 93 ഓപ്ഷൻ സി, 94 ഓപ്ഷൻ ബി, 95 ഓപ്ഷൻ എ, 96 ഓപ്ഷൻ ഡി, 97 ഓപ്ഷൻ സി, 98 ഓപ്ഷൻ ബി, 99 ഓപ്ഷൻ ഡി, 100 ഓപ്ഷൻ സി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.